two masses m and 2m are moving in the xy plane with speeds u and 2u respectively. They collide at P and stick together and move. Their common velocity after collision would be. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് മാസസ് ആണ്, 2m ഉം m ഉം. ഇവർ രണ്ടുപേരും ഈ പറയുന്ന ഡയറക്ഷനിൽ u and 2u വെലോസിറ്റി വെച്ച് മൂവ് ചെയ്യുന്നു. ആൻഡ് ദേ കൊളൈഡ് അറ്റ് എ പോയിന്റ് P. ആഫ്റ്റർ കൊളിഷൻ ദേ സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ് ഇൻ സം ഡയറക്ഷൻ. അപ്പോൾ അവരുടെ കോമൺ വെലോസിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കിതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് മാസസ് 2m and m ആണ്. അവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്, u and 2u. അവരുടെ ഡയറക്ഷൻസും തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരു പോയിന്റ് പിയിൽ പോയി കൊളൈഡ് ചെയ്ത് രണ്ട് ഒറ്റ മാസമായിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു ഫൈനൽ വെലോസിറ്റി വിയോട് കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ വി എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു കൊളിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഇസ് ഇറ്റ് ആൻ ഇലാസ്റ്റിക് കൊളിഷൻ ഓർ ആൻ ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നുള്ളതാണ്. സോ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം, ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത് എ കൊളിഷൻ ഇൻ വിച്ച് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ഇലാസ്റ്റിക് കൊളിഷൻസിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണുകയും ചെയ്തു, ഇൻഇലാസ്റ്റിക് കൊളിഷനിലാണ് രണ്ട് ഒബ്ജക്ട്സ് ഒറ്റ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് ഒരു കോമൺ വെലോസിറ്റിയോടെ കൊളിഷൻ കഴിഞ്ഞ് മൂവ് ചെയ്യുന്നത് ഇൻഇലാസ്റ്റിക് കൊളിഷൻ്റെ കേസാണ്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, രണ്ട് ഒബ്ജക്ട്സും ദേ സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ് ഇൻ എ കോമൺ ഡയറക്ഷൻ അല്ലെങ്കിൽ വിത്ത് എ കോമൺ വെലോസിറ്റി. സോ അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എൻ ഇൻഇലാസ്റ്റിക് കൊളിഷൻ. സോ കൈനറ്റിക് എനർജി ഇസ് നോട്ട് കൺസേർവ്ഡ്. സോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഈ വെലോസിറ്റീസിനെ വെക്റ്റർ ഫോമിലേക്ക് നമുക്ക് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന മാസസ് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. m1 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ഇതിനെ m1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ m1 is ആൻഡ് m2 എന്ന് പറയുന്നത് എത്രയാണ്? m തന്നെയാണ്. അതേപോലെ വെലോസിറ്റീസ് എത്രയാണ്? നമ്മൾ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയെ വെക്റ്റർ u1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ u1 ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? വി ക്യാൻ സിംപ്ലി റിസോൾവ് ഇറ്റ്. ഇത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഡയറക്ഷനിലേക്കാണ് ഈ വെലോസിറ്റിയെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നത്. സോ എക്സ് കോമ്പോണന്റ് അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് എന്ന് പറയുന്നത് ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് എക്സ് കോമ്പോണന്റ് വരുന്നത്. സോ ദിസ് ഇസ് യു സൈൻ 30 ഡിഗ്രി. ആൻഡ് വൈ കോമ്പോണന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് വൈ കോമ്പോണന്റിന്റെ ലെങ്ത്. ഇത് നമുക്കറിയാം എത്രയാണ്? യു കോസ് 30 ഡിഗ്രി ആണെന്ന്. സോ ദിസ് വിൽ ഓൾസോ ബിക്കം യു കോസ് 30 ഡിഗ്രി. സോ വെക്റ്റർ u1 എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോമ്പോണന്റ് എന്ന് പറയുന്നത് യു സൈൻ 30 ഡിഗ്രി ആണ്. യു സൈൻ 30 ഡിഗ്രി എക്സ് ക്യാപ്. വൈ കോമ്പോണന്റ് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്, നെഗറ്റീവ് വൈ ആക്സിസിന്റെ ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് ഞാൻ അതിനെ മൈനസ് യു കോസ് 30 ഡിഗ്രി വൈ ക്യാപ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ 30 1/2 ആണ്, കോസ് 30 √3/2 ആണ്. ആൻഡ് യു കോമൺ എടുക്കാൻ പറ്റും. സോ യു ഇൻറ്റു 1/2 എക്സ് ക്യാപ് മൈനസ് √3/2 വൈ ക്യാപ്. ഇതിനെ പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 1/2 നമുക്ക് കോമൺ എടുക്കാൻ പറ്റില്ല രണ്ട് ടേമിനും. സോ u/2 ഇൻറ്റു എക്സ് ക്യാപ് മൈനസ് √3 വൈ ക്യാപ്. സിമിലർലി ഞാനിവിടെ കംപ്ലീറ്റ്ലി വർക്കൗട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് u2നെ ഇതേ മെത്തേഡിൽ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെക്റ്റർ u2 ആൻഡ് ഇവിടെ നമുക്ക് കിട്ടി വെക്റ്റർ u1. ഇനി നമുക്ക് മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അതിലൂടെ ആൻസർ കിട്ടുമോ നോക്കാം. സോ നമുക്ക് കിട്ടിയ u1 ഉം u2 ഉം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നൗ ലെറ്റ്സ് അപ്ലൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത് എന്താണ്? ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഇപ്പോൾ ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ കൊളിഷൻ എന്ന് പറയുന്നത് എന്താണ്? m1 u1 പ്ലസ് m2 u2 ആണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ. ആൻഡ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ രണ്ട് മാസസ് വന്ന് ഒരു പോയിന്റ് പിയിൽ കൊളൈഡ് ചെയ്തിട്ട് ഇത് രണ്ടും ഒരു സിംഗിൾ മാസ് ആയിട്ട് മാറി ഏതോ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ അപ്പം ഫൈനൽ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് രണ്ട് മാസുകളുടെയും സം ആണ് ഫൈനൽ മാസ് എന്ന് പറയുന്നത്. m1 പ്ലസ് m2 ആണ് ഫൈനൽ മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ വെക്റ്റർ v എന്ന് വിളിക്കുന്നു. ആൻഡ് വെക്റ്റർ v ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്കിത് കണ്ടുപിടിക്കാം. ഫൈനൽ മൊമെന്റം എന്താണ്? m1 പ്ലസ് m2 ടൈംസ് വെക്റ്റർ v. ഓക്കെ, അപ്പോൾ m1 എത്രയാണ്? ഞാൻ ഈ വാല്യൂസ് ഒക്കെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഫൈനൽ വെലോസിറ്റി കറക്റ്റ് സെയിം കിട്ടുന്നുണ്ടോ എന്ന്. സോ m1 എന്ന് പറയുന്നത് 2m ആണ്. u1 എന്ന് പറയുന്നത് u/2 ഇൻറ്റു എക്സ് ക്യാപ് മൈനസ് √3 വൈ ക്യാപ്. ഇതാണ് m1 u1 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. പ്ലസ് m2 എന്ന് പറയുന്നത് എന്താണ്? m തന്നെയാണ്. ആൻഡ്
u2 എന്ന് പറയുന്നത് u ഇൻറ്റു √3x⁻ പ്ലസ് y⁻ എന്നാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ LHS. ആൻഡ് RHS എന്താണ്? m1 പ്ലസ് m2 ടൈംസ് വെക്ടർ v. m1 പ്ലസ് m2 എന്ന് പറയുന്നത് 2m പ്ലസ് m, ഇത് 3m ആണ്. 3m ടൈംസ് വെക്ടർ v എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അതങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ. LHS നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നോക്കിയാൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ആൻഡ് LHSലും RHSലും എല്ലാ ടേമിലും m കോമൺ ഉണ്ട്. സോ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ LHS നോക്കിക്കഴിഞ്ഞാൽ സിമിലർലി നമുക്ക് ഇവിടെയും u ടൈംസ് സംതിങ് എന്നാണ്, ഇവിടെയും u ടൈംസ് സംതിങ് എന്നാണ്. അപ്പോൾ u നമുക്കങ്ങ് കോമൺ എടുക്കാം. u കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് കോമ്പണൻസിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ബിക്കംസ് x hat കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് √3 എന്ന് കിട്ടും അല്ലേ. ആൻഡ് y കോമ്പണന്റ് നോക്കുമ്പോഴോ പ്ലസ് y hat കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് √3 എന്ന് കിട്ടും. RHSൽ 3 വെക്ടർ v ആണ് ബാക്കിയുള്ളത്. ഓക്കെ, സോ ഈ 3 നമുക്ക് ഈ 3 LHSലേക്ക് കൊണ്ടുപോകുമ്പം ഡിവൈഡഡ് ബൈ ആവും. സോ ഫൈനലി നമുക്ക് വെക്ടർ v എന്താന്ന് കിട്ടും? v ഈക്വൽ ടു 3 താഴേക്ക് പോകുന്നത് കൊണ്ട് u/3 ഇൻറ്റു 1 പ്ലസ് √3 x⁻ പ്ലസ് 1 മൈനസ് √3 y⁻. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഒന്നുകൂടെ നോക്കൂ, u/3 ഇൻറ്റു 1 പ്ലസ് √3 x⁻ പ്ലസ് 1 മൈനസ് √3 y⁻. നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, u/3 ഇൻറ്റു 1 പ്ലസ് √3 x⁻ പ്ലസ് 1 മൈനസ് √3 y⁻. ഇത് ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ കറക്റ്റ്.